ഉറക്കെ ഏറ്റു പറയാം, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിന്റെ കരം പിടിച്ചിട്ട് പറയണം, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. കർത്താവിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നവും തമ്പുരാന്റെ കയ്യിലോട്ട് കൊടുക്ക്. തമ്പുരാൻ അവിടെ എല്ലാ അസാധ്യതകളെയും സാധ്യമാക്കുന്നവനാ. നിന്റെ ജീവിതത്തിലെ അസാധ്യതകളെ സാധ്യമാക്കുന്നവനാ നിന്റെ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും വചനത്തിലേക്ക് തന്നെ കടന്നു വരാം. നമ്മൾക്ക് വചനത്തിലേക്ക് തന്നെ കടന്നു വരാം. തോബിത്തിന്റെ പുസ്തകം 10-ാം അധ്യായത്തില് 11-12 വചനങ്ങൾ. തോബിത്തിന്റെ പുസ്തകം 10-ാം അധ്യായത്തില് 11-12 വചനങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് ഒരപ്പൻ തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു വിടുന്ന ഒരു വലിയ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരപ്പൻ തൻ്റെ മകളെ കൈപിടിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. ഒരപ്പൻ തൻ്റെ മകളെ വിവാഹ ജീവിതത്തിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം പറയുകയാണ്, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കണം. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ നീറുന്ന പ്രശ്നങ്ങളെ അനുദിനവും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് വരും. പക്ഷേ ഇതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരപ്പനും ഒരമ്മയും ഇതുപോലെ ഉപദേശിച്ചു വിട്ടാൽ ഇന്ന് ഈ കുടുംബങ്ങൾ ഇങ്ങനെ അധപ്പതിക്കുകയില്ല എന്ന് ഈ വചനവേദിയിൽ നിന്നിട്ട് സിസ്റ്റർ പറയുക. ചേർന്നത് പറഞ്ഞേ, ഹല്ലേലൂയ. നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് എത്ര പേര് ഇന്ന് ഓരോ കുടുംബത്തിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നുണ്ട്. എന്തൊരു ദുരവസ്ഥയിലൂടെയാ നമ്മുടെ കുടുംബങ്ങൾ കടന്നുപോയി. ഈ കുറേ കാലങ്ങൾക്കുള്ളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ്. സാധാരണഗതിയിൽ കുടുംബജീവിതത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന മക്കളുടെ കയ്യിൽ, കുടുംബത്തിൽ നിന്ന് മകളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് ഒരു വിശുദ്ധ ബൈബിളും ജപമാലയും ഒരു ക്രൂശിത രൂപവുമാണ് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ മാറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിച്ചയക്കുമ്പോൾ മുറം പോലത്തെ ഒരു സാധനം കൊടുത്തുവിടും. നേരല്ലേ? അല്ലേ? എന്താ, ഒരു ടാബ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊടുത്താണ് മക്കളെ വിടുന്നത്. പ്രിയപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ മക്കളെ പറഞ്ഞു വിട്ടിരിക്കുമ്പോൾ ഓർത്തു നോക്കിക്കേ, ഒരു വിശുദ്ധ ബൈബിളും ഒരു കുരിശും ഒരു ജപമാലയും കൊടുത്ത് മക്കളെ പറഞ്ഞു വിടേണ്ട കുടുംബത്തിലേക്ക്, മക്കളുടെ കയ്യിലേക്ക് ഒരു സാത്താനെ കൊടുത്തിട്ട് വിടുകയാ, കുടുംബജീവിതം നശിപ്പിക്കാനായിട്ട്, തകർക്കാനായിട്ട്. എന്നിട്ടോ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന മക്കൾ ചെയ്യുന്ന പരിപാടി കേട്ടാലുണ്ടല്ലോ, ഇങ്ങ് വന്നു തത്സമയ സംപ്രക്ഷേപണമാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഇത് മുഴുവനും തത്സമയ സംപ്രക്ഷേപണം
കുടുംബത്തിലേക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ മോൾക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോരെ, തീർന്നു കുടുംബജീവിതം. സത്യമല്ലേ സിസ്റ്റർ പറഞ്ഞത്? കൈയടിച്ച് തമ്പുരാന് മഹത്വം കൊടുക്കും. ഇന്ന് തകർക്കപ്പെടുന്ന കുടുംബങ്ങൾ ഇങ്ങനെയാ. എത്ര പെൺകുട്ടികളുണ്ട് കുടുംബത്തില് ജീവിത പങ്കാളിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ സ്വന്തം മാതാപിതാക്കളായിട്ട് കാണുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ ഇന്ന് കൈവിരലിൽ എണ്ണാനില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. കൊടുത്തുവിടേണ്ട വചനമല്ല കൊടുത്തുവിടേണ്ടത്, കൊടുത്തുവിടേണ്ട ക്രൂശിത രൂപമല്ല കൊടുത്തുവിടുന്നത്, കൊടുത്തുവിടേണ്ട ജപമാലയല്ല കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങ് പോരെ. ഞാനിന്ന് ചിന്തിക്കുകയാ, സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു അൽഫോൻസാമയെയും അവരുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കത്തോലിക്ക തിരുസഭയ്ക്ക് ഒരു വിശുദ്ധയെ ലഭിക്കുമായിരുന്നോ? ഇല്ല. നിങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നപ്പം ഒത്തിരിയേറെ സഹിച്ചിട്ടുണ്ട്, ത്യാഗം സഹിച്ചിട്ടുണ്ട്, വീട്ടിലെ അവസ്ഥകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? അന്നൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയായിരുന്നോ? അല്ല. എൻ്റെ ചേച്ചിയെ വിവാഹം കഴിച്ചയക്കുമ്പോൾ ഞാൻ കുഞ്ഞുകാലവാ. അന്ന് എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴില്ല കേട്ടോ. അന്ന് എൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനത് ഇന്ന് എനിക്കിത്ര ഒന്നും ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല, ഒരു കൊച്ചു കുഞ്ഞ. അന്ന് ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, മോളെ, വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്ടില് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. പക്ഷേ ഇനി മുതൽ നിന്റെ വീടും നിന്റെ മാതാപിതാക്കളും നിന്റെ സഹോദരങ്ങളും അവരാ, ഇങ്ങോട്ട് തിരിച്ചു പോന്നേക്കരുത്. ഇതാ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തു വിടേണ്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇവിടെ നിന്നാൽ തന്നെ സംഭവിക്കും. എനിക്കറിയാം, ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം എനിക്കറിയാം. അവൾ ഒത്തിരിയേറെ പ്രതീക്ഷയോടെയാ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഈ കുടുംബ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ പ്രതീക്ഷയോടെ അവൾ എന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, ദൈവമേ, എനിക്ക് ഭക്ഷണമില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ദരിദ്രന്റെ വീട്ടിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ മദ്യപാനിയായ ഒരു ഭർത്താവിനെ നീ എനിക്ക് തരരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ച പെൺകുട്ടി വിവാഹത്തിന്റെ അന്ന് മനസ്സിലായി ഒരു മുക്കുടിയനെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഇവളുടെ പ്രാർത്ഥനകളും ഇവളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പക്ഷേ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, ഞാൻ ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും ഈ മനുഷ്യനോട് പ്രതികരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഭവനത്തിൽ ഇദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നാട്ടുകാർ പറഞ്ഞ് ഈ വിവരമൊക്കെ അറിഞ്ഞു. ഒരു ദിവസം ഇവളുടെ മാതാപിതാക്കൾ ഇവളോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ക്ഷീണിക്കുന്നത്? അവൾ മറുപടി പറഞ്ഞില്ല. നാട്ടുകാർ പറഞ്ഞ് ആങ്ങളമാർ വിവരം അറിഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ ആങ്ങളമാർ കൊടുത്തു വിടും. ഈ പൈസയും കൊണ്ട് ഇങ്ങനെ പോരും. വർഷങ്ങൾ കടന്നുപോയി, മക്കൾ 2 ഉണ്ടായി, 2 ആൺകുട്ടികൾ. ഈ ആൺകുട്ടികളെ തീറ്റാനും പോറ്റാനും സ്കൂളിൽ അയക്കാനും ഈ പെൺകുട്ടി നന്നേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ആങ്ങളമാർ കൊടുത്തുവിട്ട പണവുമായിട്ട് ഈ പെൺകുട്ടി പോന്നു. കൊണ്ടുവന്ന് എല്ലാം തീർന്നു. ഒരു 5 രൂപ മാത്രം മീതിയുണ്ട്. 5 രൂപ മാത്രം മീതി. വീട്ടിലുള്ള ഉത്തരവും കഴുക്കോലും ഒക്കെ ഇദ്ദേഹം കൊണ്ടുപോയി വിറ്റിട്ട് കുടിക്കാൻ തുടങ്ങി. ഒന്നുമില്ല വീട്ടിൽ. കൊടുത്തുവിട്ട സ്വർണം മുഴുവനും തീർന്നു. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു 5 രൂപയുണ്ട്. ഈ 5 രൂപ ഇവിടെ പേഴ്സിൻ്റെ അകത്ത് പാത്ത് വെച്ചിരിക്കുക. സ്കൂളിൽ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന 5 രൂപയായത്. ഈ 5 രൂപ ഈ മനുഷ്യൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അമ്മച്ചിമാരുടെ ഒരു സങ്കടം അല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. സ്ത്രീ എൻ്റെ അടുത്ത് പറയാ, സിസ്റ്ററെ, 1 മണി അരിയില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അന്ന് വീട്ടിൽ കഞ്ഞി വെച്ച് കൊടുക്കാനായിട്ട്. ഈ മനുഷ്യൻ കാണാതെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോരാനായിട്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചിരുന്ന ഈ രൂപ അദ്ദേഹം കണ്ടിട്ട് അതിനും വേണ്ടിയിട്ട് ചോദിച്ചപ്പം ഒന്നും പ്രതികരിച്ചില്ല. ആ രൂപയും എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് ആ പെൺകുട്ടി എന്നോട് പറയുക,
മുകളിലേക്ക് നിന്ന് വെള്ളം വീഴാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് ചാക്കുകൾ വലിച്ചു കെട്ടി വെച്ചിരിക്കുന്ന ഇതിന്റെ കീഴെ എനിക്കൊരു കുഞ്ഞു ക്രൂശിത രൂപമുണ്ട് സിസ്റ്ററെ. ഞാൻ ആ ക്രൂശിത രൂപം എടുത്ത് എൻ്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ ഇനിയെങ്കിലും ഈ മനുഷ്യന്റെ മദ്യപാനം ഒന്ന് അവസാനിപ്പിക്കണം, ഇനിയെങ്കിലും ഈ മനുഷ്യന്റെ മദ്യപാനം ഒന്ന് അവസാനിപ്പിക്കണേ എന്ന് ചങ്ക് പൊട്ടി ഈ ക്രൂശിത രൂപത്തെ ചേർത്ത് പിടിച്ചിട്ട് ആ പെൺകുട്ടി വാവിട്ടു നിലവിളിച്ചു. ഈ സമയത്ത് കള്ള് ഷാപ്പിൽ മറ്റൊരു സംഭവം നടക്കുക. ഒരു പ്രായം ചെന്ന ഒരപ്പച്ചൻ ഒരു തോർത്തുമുണ്ട് ഉടുത്ത്, ഒരു തോർത്തുമുണ്ടും തോളിലിട്ട്, ദീക്ഷയൊക്കെ ഇത്ര നീട്ടിയിട്ട് ഒരപ്പച്ചൻ ആ കള്ള് ഷാപ്പിലേക്ക് കയറി വന്നു. കയറി വരുമ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കള്ള് മേടിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപ്പച്ചൻ കയറി വരുന്നത്. അപ്പച്ചൻ കയറി വന്നിട്ട് ഇവനോട് ചോദിച്ചു, മോനെ ഒരിത്തിരി കള്ള് എനിക്ക് തരാവോ? ദേഷ്യപ്പെട്ട് നോക്കി, ഒന്നും മിണ്ടിയില്ല. രണ്ടാമതൊന്നുകൂടി അപ്പച്ചൻ ചോദിച്ചു. ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യപ്പെട്ട് വീണ്ടും നോക്കി. വീണ്ടും അപ്പച്ചനൊരു കുഞ്ഞ് ചിരിയൊക്കെ ചിരിച്ചിട്ട് വീണ്ടും ചോദിച്ചു, മോനെ ഇത്തിരി കള്ള് എനിക്ക് തരുമോ? ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യന് ദേഷ്യം വന്നു. അപ്പം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച കള്ളും കൂടി ഈ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഇതെടുത്ത് ഈ അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയി, ഇവിടെ കണ്ടേക്കരുത്. അപ്പച്ചൻ ഈ കള്ളും കൊണ്ട് അപ്പച്ചനൊരു കുഞ്ഞ് ചിരിയൊക്കെ പാസ്സാക്കിയിട്ട് അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ജീവിത പങ്കാളി ഇതെല്ലാം കേട്ടുകൊണ്ട് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. എന്നിട്ട് ഈ ജീവിത പങ്കാളി എന്നോട് പറയാ, ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം സിസ്റ്ററെ. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറയാ, സിസ്റ്ററെ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ അവിടെ കണ്ടിട്ടില്ല, ഇതിന് ശേഷവും ഞങ്ങളുടെ ദേശത്ത് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഇത് തീർച്ചയായിട്ടും എൻ്റെ ജീവിത പങ്കാളി ചങ്ക് പൊട്ടി കരഞ്ഞപ്പം യേശു ഈ ക്രൂശിത രൂപത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ കള്ളുകുപ്പി മേടിച്ചു കൊണ്ടുപോയതാ സിസ്റ്ററെ. പിന്നീട് ഒരിക്കലും ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നീട് ഒരിക്കലും ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇതാ ഒരു പെൺകുട്ടിയുടെ മിടുക്കെന്ന് പറയുന്നത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ് ഒരു പെൺകുട്ടിയുടെ, ഒരു കുടുംബിനിയുടെ മിടുക്കെന്ന് പറയുന്നത്. നേടിയെടുക്കാൻ പഠിക്കണം പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ടാണ് സിസ്റ്റർ അല്പം മുമ്പ് പറഞ്ഞത്, വിവാഹം കഴിച്ചയക്കുമ്പം ഈ വലിയ സാത്താനെ അല്ല കൊടുത്തു വിടേണ്ടത്, ഒരു ക്രൂശിത രൂപവും ഒരു വിശുദ്ധ ഗ്രന്ഥവും ഒരു ജപമാലയും കൊടുത്ത് മക്കളെ പറഞ്ഞു വിടുമ്പോൾ ത്യാഗം സഹിക്കാനുള്ള ശക്തി ദൈവം ഈ മക്കൾക്ക് കൊടുക്കും.